ക്ലാസ്സിലെ മിസ്സിൻ്റെ ചക്കര കുട്ടികളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ നമ്മൾ മാത്സിൻ്റെ ഏത് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഓർക്കുന്നുണ്ടോ? ലെറ്റേഴ്സ് യുണൈറ്റ് ഫോർ ഓണം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ നമ്മൾ എണ്ണി 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 പഠിച്ചു. പിന്നെയോ ആ സംഖ്യകളെ തമ്മിൽ കൂട്ടാൻ വേണ്ടിയിട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലേ, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും സബ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ പഠിച്ചു. അപ്പം മിസ്സ് ഇന്നൊരു കുഞ്ഞു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം മിസ്സിൻ്റെ ബാക്കിൽ കുറേ കുഞ്ഞു മക്കളെ കാണുന്നുണ്ടല്ലോ, നിങ്ങളെപ്പോലെ നല്ല ഭംഗിയുള്ള ചിരിച്ചോട് നിൽക്കുന്ന കുഞ്ഞു മക്കൾ. ഇവരൊക്കെ ആരാ? കണ്ടിട്ട് ആരാന്നാ തോന്നുന്നത്? ഇവരെല്ലാം നല്ല തിക്ക് ഫ്രണ്ട്സാണല്ലേ. എൻ്റെ മക്കൾക്കും കുറേ ഫ്രണ്ട്സ് ഇല്ലേ സ്കൂളിൽ ചെല്ലുമ്പോൾ കുറേ നല്ല കൂട്ടുകാരുണ്ടല്ലേ. അപ്പം അതുപോലെ ദാ ഇവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കുറേ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കാട്ടിലും ഇതുപോലെ കുറേ മൃഗങ്ങളുണ്ട്. അവർക്കും എന്തുണ്ട്? ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കും കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ അവരുടെ ഫ്രണ്ട്സിനെ അവർക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഫ്രണ്ട് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എല്ലാവരും റെഡിയാണോ? അപ്പോൾ നമുക്ക് നോക്കാം കാട്ടിൽ ആരൊക്കെയാണ് കൂട്ടുകാരെന്ന് നോക്കിയാലോ. കാട്ടിലെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ദാ നോക്കിക്കേ, ദാ നമ്മുടെ ഫോക്സ് അല്ലേ, നമ്മുടെ കുറുക്കൻ ദാ ഓടി 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 നിൽപ്പുണ്ട്. ആളുടെ കൂട്ടുകാരൻ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആരാണ് നമ്മുടെ ഫോക്സ്, നമ്മുടെ കുറുക്കൻ്റെ കൂട്ടുകാരെന്ന് ആര് കണ്ടുപിടിച്ചു കൊടുക്കണം? നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കണം കേട്ടോ. അതിനൊരു ക്ലൂ തന്നിട്ടുണ്ട്. 3+2 ആണ് നമ്മുടെ ഫോക്സ് കൊണ്ടുവന്നിട്ടുള്ള നമ്പർ. അപ്പോൾ ഫോക്സ് ഏതൊക്കെ നമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യുന്നത്? 3നെയും 2നെയും കൂടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആൻസറായിട്ട് പറയുന്ന ആളാണ് നമ്മുടെ ഫോക്സിൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കുറുക്കൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന്. ഒന്ന് നോക്കിക്കേ, ഇതിൽ ആരായിരിക്കും? നമ്മുടെ ആനക്കുട്ടനാണോ നമ്മുടെ ആമയാണോ നമ്മുടെ ഫോക്സിൻ്റെ കൂട്ടുകാരനായിട്ട് വരിക? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തന്നെ. 3+2 എന്താണ്? 5 ആണല്ലേ. 3ൻ്റെ കൂടെ 2 ചേരുമ്പോൾ 5 ആണ്. ഇതിൽ ആരാണ് 5? നമ്മുടെ ആമക്കുട്ടനാണ് 5 പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ആരാണ് നമ്മുടെ ഫോക്സ്, നമ്മുടെ കുറുക്കൻ്റെ കൂട്ടുകാരൻ ആരാണ്? നമ്മുടെ ആമയാണ്. എല്ലാവർക്കും കിട്ടിയോ? അപ്പം നമ്മുടെ കുറുക്കൻ്റെ കൂട്ടുകാരനെ നമ്മൾ കണ്ടുപിടിച്ചല്ലേ. അങ്ങനെയാണെങ്കിൽ ദാ നമുക്ക് അടുത്തത് നോക്കിയാലോ. അടുത്തത് ദാ 2 പേര് ഇവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഇവർക്ക് 2 പേർക്കും അറിയില്ല ആരാണ് ഇവരുടെ കൂട്ടുകാരനെന്ന്. അപ്പം നമുക്ക് നോക്കാം അല്ലേ, നമുക്ക് നോക്കാം. അപ്പം ഇതാരാ? നമ്മുടെ മുയലച്ചൻ. അപ്പം മുയലച്ചൻ്റെ ഫ്രണ്ട് ഇതിലാരാണ്? നമ്മുടെ ആനക്കുട്ടനാണോ അതോ കഴുത്തൊക്കെ നീണ്ട് നല്ല ഹൈറ്റുള്ള നമ്മുടെ ജിറാഫാണോ നമ്മുടെ മുയലച്ചൻ്റെ കൂട്ടുകാരനെന്ന് നോക്കിയാലോ. നോക്കാം അല്ലേ. അപ്പം മുയലച്ചൻ്റെ നമ്പർ ഏതാണ്? 7-3 ഇതിലാരാണ്? 7ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം 4 ആണല്ലേ. 4 ആണ്. 7-3 ദാറ്റ് ഈസ് 4. സോ ആരാണ് നമ്മുടെ മുയലച്ചൻ്റെ കൂട്ടുകാരൻ? നമ്മുടെ ആനക്കുട്ടൻ തന്നെയാണല്ലേ. അപ്പോൾ നമ്മുടെ മുയലച്ചൻ്റെ കൂട്ടുകാരനെ നമ്മൾ കണ്ടുപിടിച്ചു. മുയലച്ചനും ആനക്കുട്ടനുമാണ് നല്ല തിക്ക് ഫ്രണ്ട്സ്. അടിപൊളി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നോക്കിക്കേ, ഒരു കിളിയുണ്ട്, പിന്നെ ആരാണ്? നമ്മുടെ ജിറാഫും ഉണ്ട് കേട്ടോ. അപ്പം ഇവരുടെ ഫ്രണ്ട് ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ് ഇവരുടെ ഫ്രണ്ട്? ആരാണ്? അതാ ചാടി വന്നിട്ടുണ്ട് നമ്മുടെ കൊരങ്ങച്ചൻ്റെ ഫ്രണ്ട് ഇവരിൽ ആരാണ്? കിളിയാണോ ജിറാഫാണോ? ഒന്ന് നോക്കിക്കേ ആരാണെന്ന്. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തന്നെ മിസ്സിന്. ആരായിരിക്കും? 4+3 ആണ് നമ്മുടെ കൊരങ്ങച്ചൻ്റെ നമ്പർ. 4+3 എന്താണ്? 4ൻ്റെ കൂടെ 3 ചേർന്നാൽ എത്രയാണ്? 4ൻ്റെ കൂടെ 3 ചേർന്നാൽ 7 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 4ഉം 3ഉം 7. 4+3 = 7. സോ നമ്മുടെ കൊരങ്ങച്ചൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? നമ്മുടെ കിളിപ്പെണ്ണാണല്ലേ. 4+3 7 ആണെന്ന് നമുക്കറിയാം. സോ നമ്മുടെ കൊരങ്ങച്ചൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? നമ്മുടെ കിളിപ്പെണ്ണാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ കാട്ടിലെ കൂട്ടുകാർക്കെല്ലാം നമ്മൾ എന്ത് ചെയ്തു? അവരുടെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചു കൊടുത്തു. അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ കണ്ടുപിടിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കേ, ഇവിടെ 2 പേര് കൊടുത്തിട്ടുണ്ട്. ജിറാഫ് ഉണ്ട് അല്ലേ. 3 എന്ന് പറയുന്ന നമ്പറുമായിട്ട് നമ്മുടെ ജിറാഫ് നിൽപ്പുണ്ട്. 4 എന്ന് പറയുന്ന നമ്പറുമായിട്ട് നമ്മുടെ ആമക്കുഞ്ഞ് നിൽപ്പുണ്ട്.
അപ്പോൾ ദാ ഇവിടെ തുള്ളി 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 ദാ നമ്മുടെ മാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാൻകുട്ടി ആരുമായിട്ടാണ് വന്നിരിക്കുന്നത്? 8 - 5 എന്ന് പറയുന്ന ആ ഒരു നമ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ മാനിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവരിൽ ആരാണ്? നമ്മുടെ ആമക്കുഞ്ഞാണോ നമ്മുടെ ജിറാഫ് ആണോ എന്ന് കണ്ടുപിടിച്ചിട്ട് എൻ്റെ കുഞ്ഞു മക്കളെല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ ഇടണം. ഓൾസോ എന്ത് ചെയ്യുക? നിങ്ങളുടെ കുഞ്ഞു കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ആൻസർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്